നമ്മൾ റോഡിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഹൈവേ ഇനിയും വികസിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ നിരത്തേണ്ടി വരും. കാരണം നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആണ്. പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്, ഏരിയൽ ട്രാവൽ. ഏരിയൽ ട്രാവൽ യൂട്ടിലൈസ് ചെയ്യാത്ത, ഇപ്പൊ ഹെലികോപ്റ്റർ ഒരു കൈൻഡ് ഓഫ് ഫ്ലൈയിങ് കാറാണ്. പക്ഷെ ഹെലികോപ്റ്റർ വേറെ ടെക്നോളജിയാണ്, കോസ്റ്റ്ലി അഫെയർ ആണ്. മാത്രമല്ല അത് നമുക്ക് എന്താ പറയുക, അതിന് വേണ്ടുന്ന ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. അത് ഓടിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ യാത്രയുടെ ചിലവ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഫ്ലൈയിങ് കാറുകൾ, അതിന് ഓട്ടോണമസ് കാറുകൾ, ഓട്ടോണമസ് കാർ ആകുമ്പോഴുള്ള വലിയൊരു ഗുണം എന്താണെന്നറിയോ, റോട്ടിലുള്ള 90% ആക്സിഡന്റുകൾ മനുഷ്യരുണ്ടാക്കുന്ന. അപ്പോൾ ഓട്ടോണമസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇലോൺ മസ്കിന്റെ, അപ്പൊ അത് കണക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളും കൂടിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ വണ്ടികൾക്കൊക്കെ പരസ്പരം മുട്ടാണ്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ എത്ര ലെയറിൽ യാത്ര ചെയ്യാന്നുള്ളതാ. ഇപ്പോൾ ഈ ഒരു ലെവലിൽ പോകുന്ന വണ്ടി ഉണ്ടാവും, ഈ ലെവലിൽ പോകുന്ന വണ്ടി ഉണ്ടാവും, ഈ ലെവലിൽ പോകുന്ന വണ്ടി ഉണ്ടാവും. വിർച്വലി എന്താ പറയുക, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ശരിക്കും ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നല്ല ഒരു പൊട്ടൻഷ്യലാണ്. 2050 ആകുമ്പം ഫുഡുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഇപ്പം പല രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇനിയിപ്പോൾ ഒരു ഗുളിക രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫുഡ് വിശപ്പ് മാറും എന്ന രീതിയിൽ പറയുന്നു. അതുപോലെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് വീട്ടിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? വിശപ്പ് മാറാൻ. ശരിക്കും അല്ല, ഇതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഫുഡ് ഒരു അനുഭവം കൂടിയാണ്. അല്ലാതെ വിശപ്പ് മാറിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കഴിക്കൂലേ. പിന്നെ ഇതിനെ നമ്മൾ വിധമായിട്ടുള്ള ഫുഡ് കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം ഊറുന്നതും, അല്ലെങ്കിൽ അത് കഴിക്കാൻ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ എന്തുകൊണ്ടാണ് താല്പര്യം വരുന്നത്? എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾക്ക് എന്നും സ്കോപ്പ് ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഭക്ഷണം എന്നുള്ളത് ഒരു അനുഭവമാണ്. അല്ലാതെ എല്ലാവരും വിശപ്പിന് വേണ്ടി മാത്രം കഴിക്കുന്ന ഒരു സാധനം, ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നതല്ല. വലിയൊരു ശതമാനം ആൾക്കാരും ഭക്ഷണം ആ അനുഭവത്തിന് വേണ്ടി കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് ബ്ലോഗർമാർക്കൊക്കെ എത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ അതിപ്പോൾ ഒരു 10 ഫുഡ് ബ്ലോഗർ പറഞ്ഞത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 11ാമത്തെ ആൾ സെയിം വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അതിന് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി കണ്ടിരിക്കും. കാരണം ഓരോരുത്തരും ആ ഒരു വിഷയത്തെ എങ്ങനെ അവരുടെ വായിലെ രുചി എങ്ങനെയാണോ, പിന്നെ ചിലർ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുമല്ലോ ഫുഡിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഫീല് നമ്മുടേതാന്ന് തോന്നുന്നതൊക്കെ, അത് ഫുഡ് ഈസ് സംതിങ് ബിയോണ്ട് ജസ്റ്റ് ഫുഡ്. അതായത് ഒരു വിശപ്പ് മാറാനുള്ള ഒരു സാധനം മാത്രമല്ല, പകരം അതൊരു ഒരു വികാരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ വളരെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. ആ സാധനങ്ങൾക്കൊക്കെ കൂടുതൽ റോൾ ഉണ്ടാകും. കാരണം അതൊക്കെയാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അല്ലാണ്ട് ഈ റോബോട്ടിന് ചാർജ് ചെയ്യുന്ന പോലെ ആവശ്യത്തിന് ചാർജ് ആയി ഇനി ഓടിക്കോളൂ എന്ന് പറയുന്നതല്ല. നമ്മളത് അനുഭവിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഇനിയും പുതിയ രുചിഭേദങ്ങൾ ഉണ്ടാകും. പക്ഷെ എക്സ്ട്രീം യൂസ് കേസുകൾ ഉണ്ടാകും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സ്പേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ, അതല്ല വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യുന്ന സമയത്തോ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നോർമൽ ഫുഡ് കഴിക്കാൻ അതിന് സമയം തികയാതെ വരിക, അല്ലെങ്കിൽ നോർമൽ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും റിയാക്ഷൻ്റെ ഇഷ്യൂ ഉണ്ടാവുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഈ ഗുളികകളും മറ്റുമൊക്കെ പോയേക്കാം. പക്ഷെ അല്ലാത്ത പക്ഷം ഞാൻ വിശ്വസിക്കുന്നത് ഭക്ഷണം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ളൊരു സാധനമാണ്.